കൊല്ലത്ത് നടന്നു വന്ന കേരള സർവകലാശാല യുവജനോത്സവത്തിന് നിറപ്പകട്ടാർന്ന സമാപന യോഗം ഓസ്കാർ അവാർഡ് ജേതാവ് റസൂൽ പൂക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ചെയർമാൻ ഹരികൃഷ്ണൻ അധ്യക്ഷനായി. നിറമുള്ള സ്വപ്നങ്ങളാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചതെന്ന് റസൂൽ പൂക്കുട്ടി പറഞ്ഞു. ഒരു രാത്രി കൊണ്ട് ഞാൻ പ്രസിദ്ധനായെന്ന് പലരും പറഞ്ഞു. പക്ഷേ എന്റെ ആ ഒരു രാത്രിക്ക് 14 വർഷത്തെ ദൈർഘ്യമുണ്ടായി. ഭാഷയാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസം. ശബ്ദത്തെ മറന്നവരാണ് ഇന്ത്യക്കാർ. ശബ്ദം അറിവാണെന്ന് പറഞ്ഞ സംസ്കാരത്തിനുടമകളാണ് നമ്മൾ. കലോത്സവ വേദികളാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ റസൂൽ പൂക്കുട്ടി അഭിപ്രായപ്പെട്ടു. ഭാഷയാണ് യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് ഞാൻ മനസ്സിലാക്കിയ എൻ്റെ ആദ്യത്തെ നിമിഷമായിരുന്നു. ഞാൻ വാങ്ങിയ മാർക്കുകൾക്ക് യാതൊരു കണക്കുമില്ല. എന്നോടൊപ്പം ഇരിക്കുന്ന, ആഹാരം കഴിക്കുന്ന, ഒഡീസയിൽ നിന്ന് വന്ന അല്ലെങ്കിൽ ബംഗാളിൽ നിന്ന് വന്ന എൻ്റെ സഹോദരനോട് എനിക്ക് സംസാരിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ എന്ന അവസ്ഥ. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സമരം അതാണ്. പരസ്പരം സംവേദിക്കാനുള്ള സമരം. ഭാഷ ഒരു വലിയ പ്രശ്നമാണ്. നമ്മൾ കേരളത്തിൻ്റെ ഇട്ടാവട്ടങ്ങളിൽ വളർന്ന് വളരെയധികം മൗലികമായ ഐഡിയകൾ നമുക്കുണ്ടാകാം. പക്ഷെ അത് മറ്റൊരാളോട് പറയുവാൻ കഴിയാത്തിടത്തോളം കാലം അത് നിങ്ങളിൽ ഉറങ്ങുന്ന എന്തോ ഒന്നായി മാറും. ആവേശം അലതല്ലിയ നിമിഷങ്ങളിലായിരുന്നു വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തത്. കലോത്സവത്തിലെ കലാപ്രതിഭയ്ക്കും കലാതിലകത്തിനും സ്വർണ്ണവിളക്കും സ്വർണ്ണത്തിലങ്കയും സമ്മാനിച്ചു. കലോത്സവത്തിൽ വിജയാധിപത്യം തുടരുകയും ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കുകയും ചെയ്ത തിരുവനന്തപുരം മാർ യുവാനിയസ് കോളേജിനും വേദിയിൽ വെച്ച് ട്രോഫി വിതരണം ചെയ്തു. കഴിഞ്ഞ 4 ദിവസമായി കൊല്ലത്തെ പ്രധാന കോളേജുകളിൽ 5000-ഓളം പ്രതിഭകൾ പങ്കെടുത്ത കലാമാമാങ്കം നടക്കുകയായിരുന്നു. കേരള സർവകലാശാല കലോത്സവത്തിന് സമാപനം കുറിക്കുമ്പോൾ കലാകേരളത്തിന് നിരവധി പ്രതിഭകളെ സമ്മാനിച്ചുകൊണ്ടാണ് ഈ മേള സമാപിച്ചിരിക്കുന്നത്. സമാപന വേദിയിൽ നിന്നും ക്യാമറമാൻമാരായ ജയമോഹൻ തമ്പിക്കും സജീവ് സൈൻലാബ്ദിനുമൊപ്പം BR ശ്രീകുമാർ.